Okay, now please take page number 9. Okay, chapter 2 exercise. Today we will do text exercise. Okay, page number 9. So first one endana fill in the blanks. Fill in the blanks ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഫസ്റ്റ് വൺ? ടീത്തിന്റെ പല കാര്യങ്ങളാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ? സോ ടീത്ത് നമ്മളെ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്തു ഇരിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് എന്താണ്? ഹെൽപ്പ് us to dash and dash food. എന്താണ്? ടീത്ത് help us to dash and dash food. Who is going to tell me? മയൂഖ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയും മോളെ. പേജ് നമ്പർ 9 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. ഹെൽപ്പ് us to dash and dash food. എന്തിനൊക്കെയാണ് നമ്മള് ടീത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? യെസ്, പറഞ്ഞോളൂ മോളെ. എന്താണ്? ആ, കട്ട് ആൻഡ് ആ കടിക്കാനും ചവയ്ക്കാനും അല്ലെ? അതാണ് മലയാളത്തിൽ പറഞ്ഞ അല്ലെ? കടിക്കാനും സഹായിക്കുന്നുണ്ട്, ചവയ്ക്കാനും സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ച്യൂ ആൻഡ് ബൈറ്റ്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? എല്ലാരും ആ ഡാഷ് ഉള്ള സ്ഥലത്ത് എഴുതൂ. ഹെൽപ്പ് us to ച്യൂ. ഇവിടെ ഉണ്ട് ച്യൂ, CHEW, ച്യൂ ആൻഡ് ബൈറ്റ്. ഓക്കെ, fill in the blanks. ഡാഷ് ഉള്ള സ്ഥലത്ത് എഴുതിയാൽ മതി. ച്യൂ ആൻഡ് ബൈറ്റ്. ഫുഡ്, ഫുഡിനെ കടിക്കാനും എന്താണ് ചവയ്ക്കാനും സഹായിക്കുന്നുണ്ട് അല്ലെ? കട്ട് ചെയ്യാനും എന്താണ് പിന്നെ ചവയ്ക്കാനും. ആദ്യം കട്ട് ചെയ്യുക, പിന്നെ ചവയ്ക്കുക. ഓക്കെ, സോ ഹെൽപ്പ് us to chew and bite. നെക്സ്റ്റ്, teeth help us to dash song. എന്താണ്? നമുക്ക് എന്താണ് പാട്ട് പാടാൻ സഹായിക്കുന്നുണ്ടോ പല്ല്? യെസ്, we can sing song. No? പാട്ട് പാടുമ്പോ എന്താണ്? വായോണ്ടാണ്, നാക്കുകൊണ്ടാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലെ? സോ അതിനകത്ത് ടീത്തിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ടീത്ത് ഹെൽപ്പ് us to sing songs. You can write. Next, teeth are an dash body part. ഏത് ബോഡി പാർട്ട് ആണ്? സേയ ഗ്രേസ് പറയൂ മോളെ. സേയ, you can on the mic. ടീത്ത് എന്ന് പറയുന്നത് എന്ത് ബോഡി പാർട്ട് ആണ്? എക്സ്റ്റേണൽ ആണോ ഇന്റേണൽ ആണോ? ഓൺ ആയിട്ടില്ല, മൈക്ക് ഓൺ ആയിട്ടില്ല. ടീത്ത് എന്നുള്ളത് എക്സ്റ്റേണൽ ബോഡി പാർട്ട് ആണോ ഇന്റേണൽ ബോഡി പാർട്ട് ആണോ? എന്താണ്? കേൾക്കുന്നില്ല മോളെ, ഉറക്കെ പറയൂ. എന്താണ്? എക്സ്റ്റേണൽ ആണോ ഇന്റേണൽ ആണോ? Okay, external body part. Teeth is an external body part. Okay, teeth are external body part. Okay, then teeth must be kept clean by dash. എങ്ങനെ ടീത്തിനെ ക്ലീൻ ആക്കി വെക്കുന്നത്? ഷിജിന ഷിജു, മോന്റെ പേരാണോ ഇത്? മോന്റെ പേര് എങ്ങനെയാണ്? ഷിജിന ഷിജു എന്നുള്ളത്. അൺമ്യൂട്ട് ചെയ്യൂ, മൈക്ക് അൺമ്യൂട്ട് ചെയ്യൂ മോനെ. യെസ്, വാട്ട്സ് യുവർ നെയിം? അദ്വൈത്, can you tell me teeth must be kept clean by dash? എങ്ങനെയൊക്കെയാണ് ടീത്തിനെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നത്? How we can clean? Brush. Yes, teeth must be kept clean by brushing. Yes, you can write brushing. Teeth must be kept clean by brushing. 4 ആൻസർ കിട്ടിയോ? Fill in the blanks. 4 ആൻസർ കിട്ടിയോ? Yes.
Finish writing? Yes. Yes. Mayuka, show me thumbs up. Mayuka, have you finished? You can show me thumbs up. Not unmute. You can show me thumbs up. Thumbs up, don't unmute. Okay. Finish. Okay. I hope everybody finished writing. Yes. Now we will move on to page number 12. Page number 12. Next exercise page number 12. Okay. Page number 12. Yes, what is the first question? Describe the significance of dentine. Dentine എന്ന് പറഞ്ഞാൽ എന്താണ്? Teethന്റെ ഒരു പാർട്ടാണല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, different parts of teeth. Dentine ഓർക്കുന്നുണ്ടോ? What is the significance of dentine? Different parts of a tooth നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. Dentine. Can anybody tell me? എന്താണ് ആയിഷ? ആയിഷ പറയുമോളെ എന്താണ്? You can unmute and tell me. Yes. Supports the enamel and protects the pulps. Yes. Which is the internal part of the teeth. Okay, very good. So dentine function endana? It protects the enamel and pulp. That is the main function, right? It protects enamel and pulp. Page number 12 first answer. It protects enamel and pulp. And it is the largest part of tooth. Okay, it is the largest part of tooth. The significance ആണ് ചോദിച്ചിരിക്കുന്നത്. It protects enamel and pulp. Toothന്റെ എന്താണ്? Enamel. Enamel എന്ന് പറഞ്ഞാൽ എന്താണ്? It is the outer covering. അതിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള ഫംഗ്ഷനും പിന്നെ എന്താണ്? പൾപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. What? Dentine. It is the largest part of tooth. എഴുതിയോ? Next question എന്താണ്? Name the part of a tooth that contains blood vessels and nerves. ആരാ പറയാ? Edwin, can you tell me? Edwin, can you tell me? You can unmute and tell me. The part of a tooth that contains blood vessel. Blood vessel illa part ne endha parayunnu Edwin? Sorry? Nerves. Nerves എന്നാണോ പറഞ്ഞേ? Nerves blood vessel ഉള്ള ടൂത്തിന്റെ പാർട്ടിനെ എന്താണ് പറയാന്നാണ് ചോദിച്ചത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? പുറത്ത് നോക്കിക്കേ. ഇന്നർമോസ്റ്റ് പാർട്ടിലാണ് ബ്ലഡിന്റെ എന്താണ് ന്യൂട്രീഷനുള്ള നെർവ്സും ബ്ലഡ് വെസൽസും കാണുക നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? പൾപ്പ്. ഓർക്കുന്നുണ്ടോ? ഇറ്റ് ഈസ് കോൾഡ് പൾപ്പ്. ഓക്കെ, പൾപ്പാണ്. എഴുതിയോ?
That is called pulp. That is the reason why I'm happy sent to the banker. So second question answer pulp. Then third one. What are wisdom teeth? Wisdom teeth endana? ഓർക്കുന്നുണ്ടോ? Wisdom teeth എന്ന് പറഞ്ഞാൽ എന്താണ്? Who will tell me? Zera PS. Zera, can you tell me മോളെ wisdom teeth എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? Wisdom teeth എന്ന് പറഞ്ഞാൽ എന്താണ്? Unmute mic on ചെയ്യാൻ അറിയാമോ? What do you mean by wisdom teeth? Yes, Sarah, we can hear you. You can tell me. What are wisdom teeth? ഓർക്കുന്നുണ്ടോ നമ്മുടെ ലോവർ മറ്റേ മോണയുടെ അറ്റത്ത് ഗ്രോ ചെയ്യുന്ന ടീത്തിനെ പറ്റി ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ വിസ്ഡം ടീത്ത് എന്ന്? ഓർക്കുന്നുണ്ടോ? Teeth which grows at the end of the jaw. Yes, that is called what? Wisdom teeth. Yes. We can write teeth which grows at the end of the jaw. That is called wisdom teeth. Teeth which grows at the end of the jaw. നമ്മൾ പറഞ്ഞു എന്താണ്? മെച്യൂർ ആയ ഒരാൾക്ക് 32 പല്ലുണ്ടെന്ന് പഠിച്ചു അല്ലെ, ഇൻക്ലൂഡിംഗ് ദിസ് വിസ്ഡം ടീത്ത്. സോ 4 വിസ്ഡം ടീത്ത് ഉണ്ടാവുന്നു ബാക്ക് എൻഡിൽ, നമ്മുടെ മോണയുടെ അറ്റത്തായിട്ട്. 2 താഴെ 2 മേളില്. ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? വിസ്ഡം ടീത്ത്. സോ വിസ്ഡം ടീത്ത് കൂടെ വന്നു കഴിഞ്ഞാൽ എന്താണ്? ഒരു അഡൽറ്റിന് എത്രയാണ്? 32 പല്ലുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സോ വാട്ട് ആർ വിസ്ഡം ടീത്ത്? ടീത്ത് വിച്ച് ഗ്രോസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ജോ. എൻഡ് ഓഫ് ദ ജോ, മോണയുടെ അറ്റത്ത് കാണുന്നത്. ഓക്കെ. Then next question, write true or false. ശരിയോ തെറ്റോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. First question, the crown looks white and shiny because of the cementum. Is it true or false? Who is going to tell me? Question വായിച്ചു നോക്കിക്കേ. Niranjana, can you tell me മോളെ? Niranjana, can you on the mic and tell me? First question answer എന്താണ്? True or false? The crown looks white and shiny because of the cementum. ആണോ? False. False. So what is the correct answer? എന്താണ്? Enamel. എന്താണ് പറഞ്ഞേ? Yes. Okay. Okay. The answer is false. അല്ലേ? So first question answer false ആണ്. സിമെന്റം കൊണ്ടല്ല ക്രൗൺ വൈറ്റ് കളറിൽ ഇരിക്കുന്നത് അല്ലേ? ഇറ്റ്സ് കോൾഡ് ഇനാമൽ. ഇനാമൽ കാരണമാണ് നമ്മുടെ പല്ല് എന്താണ് വൈറ്റ് ആൻഡ് ഷൈനി ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ. സോ ദ ആൻസർ ഈസ് false. You can write F or T. True or false ആണ് ചോദിച്ചിരിക്കുന്നത്. സോ false എന്ന് എഴുതാം അല്ലേ? False. F ഇട്ടാ മതി അവിടെ, ഡാഷിന്റെ അവിടെ. Next question, the soft pulp contains blood vessels and nerves that nourish the tooth. പൾപ്പില് എന്താണ്? ബ്ലഡ് വെസലും നെർവ് സെൽസും ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Is it true or false? Who will tell me? Adarsh, can you tell me മോനെ? ആദർശ് മൈക്ക് ഓൺ ചെയ്തിട്ട് പറയൂ. പൾപ്പില് ബ്ലഡ് വെസലും നെർവ്സും ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Is it true or false? ആദർശ് പറഞ്ഞോളൂ മോനെ. ആദർശ് കേൾക്കുന്നുണ്ടോ? ആദർശിന്റെ മൈക്ക് ഓഫ് ആയെന്ന് തോന്നുന്നു. ഓക്കെ. സേയ ഗ്രേസ്, യു ക്യാൻ ടെൽ മീ മോളെ. സേയ, യു ക്യാൻ ടെൽ മീ. സോറി. എന്താണ്? പൾപ്പില് ബ്ലഡ് വെസലും നെർവ്സും ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Is it true or false?
കേൾക്കുന്നില്ല. അദ്വൈത്, you can tell me. അദ്വൈത് പറഞ്ഞോളൂ. True. Yes, very good. So പൾപ്പിലാണ് നമ്മുടെ ബ്ലഡ് വെസലും നെർവ് സെൽസും കാണുന്നത്, which nourishes the tooth. So the answer is correct. True. Next, third one. Next page, page number 13. Next, C question. The enamel is a very soft substance present on the outermost covering of a tooth. Enamel soft substance ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Is it true or false? ആരാണ് പറയാ? Let me ask. Naveen, can you tell me? You can unmute and tell me. False. False. Very good. The enamel എന്ന് പറയുന്നത് എന്താണ്? കട്ടിയുള്ള സബ്സ്റ്റൻസ് ആണ് അല്ലെ? ഇവിടെ പറഞ്ഞിരിക്കുന്ന സോഫ്റ്റ് സബ്സ്റ്റൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. So the answer is false. Then next, the lower part of a tooth held by the gum is known as the root. Khadija, can you tell me? Khadija, can you unmute and tell me? The lower part of a tooth held by the gum is known as the root. Is it true or false? Khadija, can you hear me? Yes, Ashmika, you can tell me. Khadija, mic off. Ashmika, you can unmute and tell me, Mola. You can unmute the mic. Unmute you. Yes, tell me now. True. True. Yes, very good. പല്ലിന്റെ ഏറ്റവും അടിയിലത്തെ ഭാഗത്തെ നമ്മൾ എന്താ പറയുന്നത്? റൂട്ട് എന്നാണ് പറയുന്നത് അല്ലെ? So the answer is true. Yes, next. Permanent teeth remain throughout our life. Is it true or false? Gauri Lakshmi, you can tell me. Gauri Lakshmi, you can unmute. Yes, very good. So permanent teeth remains throughout the life. The answer is true. എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ? First answer is false, second is true, third one false, fourth one true, and the fifth one is true. എല്ലാവർക്കും കിട്ടിയല്ലോ? Next, we will move on to page number 17. Page number 17. Page number 17 എടുത്തോ എല്ലാരും? Yes, page number 17 ലെ first question എന്താണ്? How are canines helpful to us? നമ്മൾ പറഞ്ഞു different types of teeth നെ പറ്റി പഠിച്ചു അല്ലേ? അതിനകത്ത് canines how they are helpful to us. Rishikesh, you can tell me. Rishikesh, you can unmute and tell me how canines are helpful to us. എങ്ങനെയാണ് canines? Yes. Sound കേൾക്കുന്നില്ല മോനെ? Help us to tear the food. Help us to tear. Very good. It help us to tear the food into pieces. അല്ലേ? ഫുഡിനെ tear ചെയ്യാൻ വേണ്ടിട്ട് എന്താണ്? Canines, it is helping us, right? So you can write. ഇവിടെ ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 17 ഉള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ദേ ആർ ഷാർപ്പ് ആൻഡ് pointed and help us to tear food into pieces. Page number 17 le first question answer ആണ്. They help us to tear food into pieces. Next, state one difference between premolars and molars. Premolarനും molarനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. Who can tell me? Ayman, can you tell me, Ayman? Canines. Question വായിച്ചു നോക്കൂ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എന്തായിരുന്നു? സ്റ്റേറ്റ് വൺ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രീമൊളാസ് ആൻഡ് മൊളാസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. മൊളാസിനും പ്രീമൊളാസിനും ഉള്ള ഒരു ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. റീഡ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ടെൽ മീ. കണ്ടോ? Yes. One difference between premolars and molars.
എന്തായിരിക്കും? അവരുടെ അതിന്റെ രണ്ടിന്റെയും ഷേപ്പ് എങ്ങനെയായിരിക്കും? എന്താണ്? They are. അതിന്റെ ഒന്ന് ഷേപ്പ് രണ്ടും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കിട്ടുന്നുണ്ടോ? Flat shape. Broad and flat shape. അത് ആരാ അവിടുന്ന് പറഞ്ഞു തരുന്നത്? അമ്മയാണോ പറഞ്ഞു തരുന്നത്? ഓക്കെ, അതിന്റെ ഷേപ്പ് തന്നെ, ഷേപ്പ് ഒരു ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാം അല്ലെ? എന്തൊക്കെയായിരുന്നു? They are premolars എന്ന് പറയുന്നത് എന്താണ്? They are broad and flat on top, but molars are present behind the premolars and bigger and wider than them. അല്ലേ? നമ്മുടെ premolarsനേക്കാളും എന്താണ് വലിപ്പം കൂടുതലും എന്താണ് വൈഡും ആയിരിക്കും molars. Okay, so you can write that molars are broad and flat on top, but molars എങ്ങനെയായിരിക്കും? Molars are bigger and wider than them. You can write down. ഇമാന് കിട്ടിയോ? ഷേപ്പ് കിട്ടിയോ? എങ്ങനെയാണ്? How they are different? Premolars are broad and flat on top, but molars are present behind the premolars and are bigger and wider than them. Okay. Okay, എല്ലാരും എഴുതി കഴിഞ്ഞോ? Yes. മയൂഖ എഴുതി തീർന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? മയൂഖ മോള് വേഗം എഴുതും മോളെ. It's almost time. Yes. So rest of the exercise we will do in the next class. Okay. Okay.